ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫുട്ബോൾ ആരാധകർ ഉറ്റുനോക്കിയ മത്സരത്തിൽ ബ്രസീലിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. കരുത്തരായ ഫ്രാൻസ് 1-2 ഗോളുകൾക്കാണ് ബ്രസീലിനെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ 10 പേരെ വെച്ചുകൊണ്ടാണ് ഫ്രാൻസ് കളിച്ചത്. ആ ഫ്രാൻസിനെ പോലും പരാജയപ്പെടുത്താൻ കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീലിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. കിലിയൻ എംബപ്പയും ഹ്യൂഗോ എക്കറ്റിക്കയുമാണ് മത്സരത്തിൽ ഫ്രാൻസിന് വേണ്ടി ഗോളുകൾ നേടിയത്. ബ്രസീലിന്റെ ഗോൾ അത് പ്രതിരോധ നിര താരമായ ബ്രമറിന്റെ വകയായിരുന്നു. ഏതായാലും മത്സരത്തിന്റെ തുടക്കത്തിൽ ഫ്രാൻസ് തന്നെയാണ് കൂടുതൽ ആക്രമണങ്ങൾ നെയ്തത്. പന്ത് കൈവശം വെച്ചത് ഫ്രാൻസ് ആണ്. പക്ഷേ ബ്രസീൽ പലപ്പോഴും കൗണ്ടർ അറ്റാക്കുകൾ നടത്തിയിരുന്നു. ആദ്യ പകുതിയിൽ റാഫീഞ്ഞ, മാർട്ടിനെല്ലി എന്നിവർക്ക് ഗോളവസരങ്ങൾ ലഭിച്ചു. പക്ഷേ ദൗർഭാഗ്യവശാൽ 2 പേരുടെയും ഷോട്ടുകൾ പുറത്തേക്ക് പോവുകയായിരുന്നു. ഇനി 31-ാമത്തെ മിനിറ്റിലാണ് ബ്രസീൽ ആദ്യത്തെ ഗോൾ വഴങ്ങുന്നത്. കാസമിറോ മധ്യനിരയിൽ ഒരു ബോൾ നഷ്ടപ്പെടുത്തുന്നു. പിന്നാലെ ഡംബലയുടെ ഒരു പാസ് നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്തുകൊണ്ട് കിലിയൻ എംബപ്പെ ഫ്രാൻസിന് ലീഡ് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ബ്രസീൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തി. പ്രത്യേകിച്ച് ലൂയിസ് ഹെൻറിക്കയുടെ വരവോട് കൂടിയാണ് ബ്രസീൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയത്. മത്സരത്തിന്റെ 55-ാമത്തെ മിനിറ്റിലാണ് ഡായോട്ട് ഉപമക്കാനോ റെഡ് കാർഡ് കണ്ട് പുറത്തു പോകുന്നത്. വെസ്ലിയെ ഫൗൾ ചെയ്തതിനെ തുടർന്നാണ് ഉപമക്കാനോക്ക് സ്ട്രൈറ്റ് റെഡ് കാർഡ് ലഭിച്ചത്. പിന്നീട് 65-ാമത്തെ മിനിറ്റിൽ കൗണ്ടർ അറ്റാക്കിനൊടുവിൽ ഒലീസയുടെ അസിസ്റ്റിൽ നിന്നും എക്കിറ്റിക്കെ ഫ്രാൻസിന് വേണ്ടി മറ്റൊരു ഗോൾ നേടി എന്നുള്ളതാണ്. അതോടുകൂടി 2 ഗോളുകളുടെ ലീഡിൽ ഫ്രാൻസ് എത്തുകയായിരുന്നു. അതിനുശേഷം ബ്രസീൽ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തി. പ്രത്യേകിച്ച് ഗോളുകൾക്ക് വേണ്ടി അവർ ശ്രമിച്ചു. അതിന്റെ ഫലമായിക്കൊണ്ട് ബ്രമറിന്റെ ഒരു ഗോൾ പിറന്നു. അതിന് അസിസ്റ്റ് നൽകിയത് ലൂയിസ് ഹെൻറിക്കയായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരുപാട് ശ്രമങ്ങൾ ബ്രസീൽ നടത്തിയെങ്കിലും ഗോളുകൾ നേടാൻ കഴിഞ്ഞില്ല. ഇതോടുകൂടിയാണ് ഫ്രാൻസ് ഈ മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും മത്സരത്തിൽ പരാജയപ്പെടേണ്ടി വന്നു എന്നുള്ളത് കാർലോ ആഞ്ചലോട്ടിക്കും ബ്രസീലിനും ക്ഷീണം ചെയ്യുന്ന കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.